ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ടാക്സേഷൻ സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 പാർട്ട് 1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും. ആ ഇമെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബികോം സാധാരണ സബ്ജക്റ്റുകൾ, അതായത് ഫിനാൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധാ സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ പോലെയല്ല നമ്മുടെ ടാക്സേഷൻ വരുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ലിമിറ്റഡ് കോളേജുകളിൽ മാത്രമാണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ അല്ലെങ്കിൽ ടാക്സിൻ്റെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്, വളരെ റെയർ ആയിട്ടുള്ള കോളേജുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മൊഡ്യൂൾ വേസ് അല്ലെങ്കിൽ സിലബസ് വേസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മീനിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷനും. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള എഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം എടുക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു തിയറി പേപ്പർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നിങ്ങളിത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡിഫിക്കൽട്ടാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളത് പഠിക്കാനായിട്ട് ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ല രീതിയിൽ എക്സാമിലേക്ക് അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓരോ ടോപ്പിക്കും എടുത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇവിടെ പറയുന്നത്. നമുക്ക് എക്സാമിലേക്ക് ഒത്തിരി ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈം എടുത്ത് എല്ലാ മൊഡ്യൂൾസും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ ആർ എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് യൂസ്ഡ് ബൈ ദി ഗവൺമെൻറ് ടു ഡിസൈൻ എ ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് ആണ്. എന്താണ് ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, യൂസ്ഡ് ബൈ ദി ഗവൺമെൻറ്. ആരാണ് യൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ടു ഡിസൈൻ എ ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം. ഒരു ഫെയർ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. ഇതെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ഫെയർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ആരാണിത് യൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവാതെ ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷന് തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് കൂടി അതിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇങ്ങനെ കൂടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്
എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ടാക്സേഷൻ ഈസ് ടു റൈസ് ദ റവന്യൂ ടു മീറ്റ് ഹ്യൂജ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ടാക്സ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ടാക്സ് റവന്യൂ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ഫിനാൻസ്ഡ് ബൈ ദി ടാക്സേഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ഈ പറയുന്ന ടാക്സ് റവന്യൂയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നടത്തപ്പെടുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഓൺലി ഗോൾ. അതായത് ഇത് മാത്രമല്ല എന്തെന്ന് പറയുന്നത്, ടാക്സ് റവന്യൂവിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതല്ലാതെ എന്താണ്, ഇൻ അതർ വേർഡ്സ് ടാക്സ് പോളിസി ഹാസ് സം നോൺ റവന്യൂ ഒബ്ജക്റ്റീവ്സ്. കുറച്ച് നോൺ റവന്യൂ ഒബ്ജക്റ്റീവും കൂടെ എന്തിനുണ്ട്, നമ്മുടെ ടാക്സേഷനുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ് ഈ നോൺ റവന്യൂ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 പോയിന്റ്സ് ആണ് ഇവിടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, കൺട്രോൾ ഓഫ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, റിഡംഷൻ ഓഫ് BOP ഡിഫിക്കൽട്ടീസ്, നോൺ റവന്യൂ ഒബ്ജക്റ്റീവ്സ്. ഈ 6 പോയിൻറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, എക്കണോമിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ ഈസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ടാക്സേഷൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ any country is largely conditioned by the growth of capital formation. It is said the capital formation is a kingpin of economical development. ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണെന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ ഫോർമേഷനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അതായത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് കിങ് പിൻ എന്ന് പറയുന്നത് എന്താണ്, കിങ് പിൻ എന്ന് പറയുന്നത് കിങ് പിൻ ഓഫ് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്. ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണ്, ക്യാപിറ്റൽ ഫോർമേഷനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്, അതായത് ടാക്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി, അതായത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ വൈ എന്ന് പറയുന്നത് BY ആണ് കേട്ടോ, ആ മീനിങ് ആണ് വരുന്നത്, അതൊന്ന് നോട്ട് ചെയ്യാം. അതായത് എക്സിസ്റ്റിംഗ് റേറ്റ്, അതായത് ടാക്സിൻ്റെ എക്സിസ്റ്റിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ടാക്സുകൾ ഇമ്പോസ് ചെയ്യുന്നതോടുകൂടി ക്യാപിറ്റൽ ഫോർമേഷൻ എന്താവും, സ്മൂത്ത് ആവും എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ടുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, എക്കണോമിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ സെൻറ്റൻസിൽ എഴുതിക്കോണം, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ ഈസ് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്. എന്നിട്ട് ആ ഒരു പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് എനി കൺട്രി ഈസ് ലാർജ്ലി കണ്ടീഷൻഡ് ബൈ ദി ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. അത് ക്യാപിറ്റൽ ഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. ക്യാപിറ്റൽ ഫോർമേഷനാണ് കിങ് പിൻ ഓഫ് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ വേർഡ്സ് ഒക്കെ അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ടാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് പറയുന്നത്. ഇവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന എല്ലാവർക്കും ജോലി എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് പറയുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്, ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ഹാസ് സ്പെൻറ്റ് ഓർ സേവ് ആഫ്റ്റർ ഇൻകം ടാക്സ് ഹാസ് ബി ഡിഡക്റ്റഡ്. അതായത് ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഇൻഡിവിജ്വല് സേവ് ചെയ്യാനോ സ്പെൻഡ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് പറയുന്നത്. ഇത് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക, നമുക്കിവിടെ ആവശ്യം വരും. നമ്മൾ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിന് പറയുന്നത്, അതായത് ഒരു എ കൺട്രി
decides of achieving the goal of full employment must cut down the rate of taxes. അതായത് ഒരു കൺട്രി ഡിസൈഡ് ചെയ്യാണ് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് ഒരു രാജ്യത്തിന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത്രേ ഉള്ളൂ, കൺട്രി ഡിസൈഡ് ചെയ്യാണ് എന്ത് ചെയ്യാനായിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം, രാജ്യത്തിനെ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് കൺട്രി ചെയ്യുന്നു ടാക്സ് റേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇവിടെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്താണ് എന്നതിൻ്റെ ആവശ്യം വരുന്നത്. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു വ്യക്തി സ്പെൻഡ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തിനു ശേഷം ടാക്സ് അടച്ചതിന് ശേഷം സ്പെൻഡ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രി എന്ത് ചെയ്തു, ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്തു. അതായത് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് 5000 രൂപയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റെഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു രാജ്യം ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് അടച്ചുകൊണ്ടിരുന്നത് ഞാനൊരു 5000 രൂപയാണെന്ന് വിചാരിക്കുക. ടാക്സ് ഇനത്തിൽ 5000 രൂപ അടച്ചുകൊണ്ടിരുന്നു. കൺട്രി എന്ത് ചെയ്തു, ടാക്സ് റേറ്റ് കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മുന്നോട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഒരു 2000 രൂപ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 3000 രൂപ എനിക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സേവ് ചെയ്യുകയോ സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ 3000 രൂപ എനിക്ക് എക്സസ് ആണ്, ഞാൻ സേവ് ചെയ്യുകയോ സ്പെൻഡ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ കയ്യിൽ യൂസ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ എന്ത് ചെയ്യും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എംപ്ലോയ്മെൻറ്റ് ചാൻസും കൂടുതലാണ് ആണല്ലോ. നോർമലി ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ പോലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാക്സേഷൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അങ്ങനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്, കണക്റ്റ് ചെയ്ത് ആലോചിക്കുക. ബേസിക്കലി നിങ്ങൾ ഇത്ര മാത്രമേ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി വെക്കാനായിട്ടുള്ളൂ. ഇവിടെ എ കൺട്രി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു വേർഡ് ഡിസൈഡ് എന്നാണ് കേട്ടോ, അത് മിസ്റ്റേക്ക് വന്നതാണ്, വോയിസ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവിലേക്ക് പോവാം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് റൺ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ടാക്സേഷൻ്റെ വളരെ ഷോർട്ട് റൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കണ്ടീഷന്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പണപ്പെരുപ്പത്തിനെയാണ്. ആളുകളുടെ കയ്യിൽ എന്താ പറയുന്നത്, ഉപയോഗിക്കാനുള്ള എമൗണ്ട് കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷന് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, അതായത് ഡയറക്റ്റ് ടാക്സുകൾ, അതായത് പ്രൈവറ്റ് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് സ്റ്റെബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കാനായിട്ടുള്ളൂ. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സേഷന് ഷോർട്ട് റൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ സ്പെൻഡ് ചെയ്യുന്നില്ലേ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സാധനങ്ങളുടെ വിലയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടാക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, സാധനങ്ങളുടെ പ്രൈസും എന്ത് ചെയ്യും, കൂടെ ഇൻക്രീസ് ചെയ്യും ഇല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യില്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വൈസ് വേഴ്സ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ടുള്ള പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ മിസ് പറയുകയാണ്, എത്ര ഒബ്ജക്റ്റീവായിരുന്നു നമുക്കുണ്ടായിരുന്നത്, 6 ഒബ്ജക്റ്റീവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 6 ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് വൺ എക്കണോമിക്കൽ ഡെവലപ്മെൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫുൾ എംപ്ലോയ്മെൻറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ടാക്സ് റേറ്റ് കട്ട് ചെയ്യുന്നു, ടാക്സ് റേറ്റ്
റേറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അത് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നു. ഇനി പ്രൈസ് സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ഷോർട്ട് റൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ എന്താണെന്നും കൂടെ അറിയുന്നത് നല്ലതല്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് എന്താ ഇവിടെ പറയുന്നത്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ വിലയിലുണ്ടാവുന്ന മാറ്റത്തിന് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന വർധനയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 ഒബ്ജക്റ്റീവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒബ്ജക്റ്റീവിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, കൺട്രോൾ ഓഫ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്. എന്താ ഈ പറയുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും ഡിപ്രഷൻ എന്നും ബൂം എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും. അതായത് ഒരു ബിസിനസ്സിൽ ഡിപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബിസിനസ് നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ബൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് അതാണ്. ഒരു സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നല്ല കച്ചവടം ഉണ്ടായിരിക്കും, അതിന് നമ്മൾ ബൂം എന്ന് പറയും. ആ സൈക്കിൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നതനുസരിച്ച് അത് ബൂമായിട്ടും ഡിപ്രഷനായിട്ടൊക്കെ മാറും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഡിപ്രഷൻ സമയത്താണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് കുറച്ച് കൊടുക്കുക, അല്ലാത്ത സമയത്ത് ബൂം ആണെങ്കിൽ കൂട്ടിക്കൊടുക്കുക. അതിന് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കോവിഡിൻ്റെ സമയത്ത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷന് ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അതിന് റീസൺ എന്ന് പറയുന്നത്, കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യം വന്ന സമയത്ത് എല്ലാവർക്കും എന്തായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്താ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ടാക്സ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മളത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ടാക്സ് റേറ്റ് കുറവായിരുന്നു. ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഡിപ്രഷൻ ബൂമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ആയിട്ടുള്ള ഡിപ്രഷൻ ബൂമൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ ടാക്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഇൻഫ്ലേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, റിഡംഷൻ ഓഫ് BOP ഡിഫിക്കൽട്ടീസ്. BOP ഡിഫിക്കൽട്ടീസ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് മനസ്സിലാക്കണം, BOP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. BOP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റെക്കോർഡ്സ് മോണിറ്ററി ട്രാൻസാക്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി ആൻഡ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. അതായത് നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ഉണ്ടല്ലോ, അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് BOP എന്ന് പറയുന്നത്. അപ്പോൾ BOP ഡിഫിക്കൽട്ടീസ് ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയാണ് ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ബേസിക്കലി അത് എന്താണ്, നല്ലൊരു കാര്യമാണോ? അല്ല. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഒരു പരിധി വരെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. റിഡംഷൻ ഓഫ് BOP ഡിഫിക്കൽട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന കാര്യങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടാക്സേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് എന്താണ്, നോൺ റവന്യൂ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് നോൺ റവന്യൂ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ദിസ് ക്യാൻ ബി ഡൺ ബൈ ദി ടാക്സിങ് ദ റിച്ച് അറ്റ് ഹയർ റേറ്റ് ദാൻ ദ പുവർ ഓർ ബൈ ഇൻട്രൊഡ്യൂസിങ് എ സിസ്റ്റം ഓഫ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അത് പ്രോഗ്രസീവ് എന്താണ്, നമുക്ക് പല ടൈപ്പ് ഓഫ് ടാക്സേഷൻസ് പഠിക്കാനുണ്ട്. പ്രോഗ്രസീവും കുറേ ടൈപ്പ് ഓഫ് ടാക്സേഷൻ പഠിക്കാണ്ട് ആ സമയത്ത് നമ്മളിവിടെ പഠിക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കാനായിട്ടുള്ളൂ, റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ടാക്സും അതിൽ താഴെ നിൽക്കുന്ന ആളുകളോട് കുറവായിട്ട് മേടിക്കുക എന്നുള്ളതാണ്. അതൊരു ടൈപ്പ് ഓഫ് നോൺ റവന്യൂ ഒബ്ജക്റ്റീവാണ്. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പാർട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാനായിട്ട് മടിക്കരുത്.
ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ 6 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്: എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്, ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, കൺട്രോൾ ഓഫ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, റിഡംഷൻ ഓഫ് BOP ഡിഫിക്കൽട്ടീസ്, നോൺ റവന്യൂ ഒബ്ജക്റ്റീവ്സ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്ന സമയത്ത്, നിങ്ങൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ ഇൻട്രൊഡക്ഷൻ എഴുതുക. അതിനുശേഷം ഈ 6 പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ പോയിന്റ്സും എടുത്തെഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലേ നിങ്ങൾക്ക് അതിന് മാർക്ക് വീഴുള്ളൂ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മടിക്കരുത്. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ദിവസം എടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മടിക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുക. മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്യുകയോ ഞാൻ തന്നിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.